കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെർമുട്ടേഷൻസ് എന്താണെന്ന് നോക്കിയിട്ടുണ്ട്. The number of permutations of n different objects taken r at a time where 0 less than r less than or equal to n. അതായത് ഈ ആറിൻ്റെ വാല്യൂ എപ്പോഴും സീറോൻ്റെയും എന്നിൻ്റെ ഇടയിൽ ഉണ്ടാകും. ഓക്കെ, 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ or equal to n ആൻഡ് ദ ഒബ്ജക്ട്സ് ഡു നോട്ട് റിപ്പീറ്റ്. നമ്മൾ എടുക്കുന്ന എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. Then number of permutations is NPR, where NPR is equal to n factorial divided by n minus r factorial. Okay, NPR is n factorial divided by n minus r factorial. തന്നിരിക്കുന്ന n ഓബ്ജക്ട്സിൽ നിന്നും 6 ഓബ്ജക്ട്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യണം. അതാണ് പെർമുട്ടേഷൻ. നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. n ഒബ്ജക്ട്സ് തന്നിട്ടുണ്ടാകും, അതിൽ നിന്നും 6 ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യണം, അത് അറേഞ്ച് ചെയ്യണം. നമ്പേഴ്സ് ഫോം ചെയ്യുന്ന പ്രോബ്ലംസ്, നമ്പർ ഓഫ് വേർഡ്സ്, അതൊക്കെ പെർമുട്ടേഷൻ പ്രോബ്ലത്തിൽ, പെർമുട്ടേഷൻ ടൈപ്പ് പ്രോബ്ലത്തിൽ വരും. ഓക്കെ, അതായത് നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ്, നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ്, ആ ടൈപ്പ് പ്രോബ്ലംസ് എല്ലാം പെർമുട്ടേഷൻ പ്രോബ്ലംസ് ആണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് വേർഡ്സ് വിത്ത് ഓർ വിതൗട്ട് മീനിങ്, ആ ടൈപ്പ് പ്രോബ്ലംസും പെർമുട്ടേഷൻ പ്രോബ്ലത്തിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ കോമ്പിനേഷൻ കൂടി എടുക്കുമ്പോൾ ഇത് ഏതാണെന്ന് ഉപയോഗിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ വരാം. അന്നേരം ഞാൻ പറഞ്ഞുതരാം പെർമുട്ടേഷനും കോമ്പിനേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, കോമ്പിനേഷൻ എടുക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഇപ്പം മനസ്സിൽ വെക്കേണ്ടത് പെർമുട്ടേഷൻസ് ഈസ് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പെർമുട്ടേഷൻ ഉപയോഗിക്കുന്നത് നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ്, നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് എക്സെട്ര കണ്ടുപിടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്പർ ഓഫ് വേർഡ്സ് വിത്ത് ഓർ വിതൗട്ട് മീനിങ്, ആ ടൈപ്പ് പ്രോബ്ലംസ് വരുന്ന സമയത്താണ് പെർമുട്ടേഷൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്താ, NPR ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ. അതിൽ നമ്മൾ 2 റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. NPN ഈക്വൽ ടു n ഫാക്ടോറിയൽ, അതായത് n എലമെൻറ്റ്സ് തന്നു, n എലമെൻറ്റ്സ് സെലക്ട് ചെയ്താൽ, ഓക്കെ, n എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്, n എലമെൻറ്റ്സ് മൊത്തം സെലക്ട് ചെയ്തിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വരുന്നത് n ഫാക്ടോറിയൽ. അതായത് NPN is n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് n ഫാക്ടോറിയൽ. n മൈനസ് n 0 വരും, 0 ഫാക്ടോറിയൽ 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ n ഫാക്ടോറിയൽ ആണ്. അതായത് 6 ലെറ്റേഴ്സ് തന്നു, 6 ഡിജിറ്റ്സ് തന്നു, 1 2 3 4 5 6 ഡിജിറ്റ്സ് തന്നു. ഈ 6 ഡിജിറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഫറെൻറ്റ് നമ്പേഴ്സ് വിതൗട്ട് റിപ്പീറ്റിംഗ് ഡിജിറ്റ്സ് ഈസ് 6 ഫാക്ടോറിയൽ. ഓക്കെ, 6 ഡിജിറ്റ്സ് തന്നു, 6 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കണം. 6 ഡിജിറ്റ്സും ഉപയോഗിച്ചുകൊണ്ട് നമ്പേഴ്സ് ഉണ്ടാക്കണം. വിതൗട്ട് റിപ്പീറ്റേഷൻ ഈസ് 6 ഫാക്ടോറിയൽ. 6 ആണ് അതിൻ്റെ വാല്യൂ, 6 ഫാക്ടോറിയൽ വരും. ഇപ്പോൾ കാറ്റ് എന്ന് പറഞ്ഞ വേർഡ് തന്നു, കാറ്റ് എന്ന് പറഞ്ഞ വേർഡ് തന്നു, ഇതിൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 3. ഇപ്പോൾ ഈ കാറ്റ് എന്ന് പറഞ്ഞ വേർഡിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന 3 ലെറ്റർ വേർഡ്സ്, ഓക്കെ, 3 ലെറ്റർ വേർഡ്സ് എത്രയാണ്, മീനിങ് ഇല്ലതും ഇല്ലാത്തതും എല്ലാം ചേർത്തിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ 3 ഫാക്ടോറിയൽ ഓർ ദാറ്റ്സ് ഈക്വൽ ടു 6. ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണ്, ആ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കണം. CAT എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ആണ്, ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ഓക്കെ, ഇവിടെ ഇരിക്കുന്ന ലെറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. CAT എന്ന് പറഞ്ഞാൽ വേറെ വേറെ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ആ 3 ലെറ്റേഴ്സും ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് 6. ഇതുപോലെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് വേർഡ്സ് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ റോസ് എന്ന് പറഞ്ഞ വേർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് 4. എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ലെറ്റേഴ്സ് ആണ്, ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ആണ്, ഒരു ലെറ്ററും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ 4 ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് വേർഡ്സ് യൂസിങ് ഓൾ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് റോസ് വിത്ത് ഓർ വിതൗട്ട് മീനിങ് വിതൗട്ട് റിപ്പീറ്റിംഗ് ലെറ്റേഴ്സ് ഇസ് 4 ഫാക്ടോറിയൽ or 4p4 or 4 ഫാക്ടോറിയൽ. ഓക്കെ, ഇപ്പോൾ ഈ 4 ഉപയോഗിക്കുമ്പോഴാണ് 4p4 ഉപയോഗിക്കുന്നത്. ഞാൻ അതിന് പകരം 3 ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 4p3 ആണ് എൻ്റെ ആൻസർ. n ഈക്വൽ ടു 4, r ഈക്വൽ ടു 3 വരുന്ന സമയത്ത് 4p3 ആണ്. n ഈക്വൽ ടു 4, r ഈക്വൽ ടു 4, 4 ലെറ്റേഴ്സ് തന്നു, 4 സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 4p4 ആണ് ആൻസർ വരല്. ആ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഓക്കെ, 4 ലെറ്റേഴ്സ് തന്നു, 4 ലെറ്റർ ഇരിക്കുന്ന വേർഡ്സ് ഉണ്ടാക്കണം.
അപ്പോൾ 4 എണ്ണം നമ്മൾ സെലക്ട് ചെയ്യണം. അന്നേരം 4p4 ആണ്. 4 ലെറ്റേഴ്സ് തന്നോ, നമുക്ക് 3 ലെറ്റർ വരുന്ന വേർഡ്സ് മതി. OSE എന്ന് പറഞ്ഞ വേർഡ് അല്ലെങ്കിൽ ROS എന്ന് പറഞ്ഞ ഈ ടൈപ്പ് വേർഡ്സ് മതിയെങ്കിൽ നമുക്ക് കിട്ടുന്ന ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് ഇസ് 4p3. Okay, n equal to 4, r equal to 3. Okay, first theorem is npr, which is equal to n factorial divided by n minus r factorial. Given n different objects, we are taking r objects without repeating any objects. Is npr. Now theorem 2, the number of permutations of n distinct objects taken r at a time where repetition is allowed is n raised to r. Repetition allowed ആണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാമെങ്കിൽ അവിടെ വരുന്ന നമ്പർ ഓഫ് വേർഡ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് ഇസ് n raised to r. റിപ്പീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ npr, റിപ്പീറ്റ് ചെയ്യാമെങ്കിൽ n raised to r ആണ്. ഓക്കെ, n raised to r. ഫോർ എക്സാമ്പിൾ കൺസിഡർ സെയിം വേർഡ് റോസ്. റോസ് എന്ന് പറഞ്ഞ വേർഡ് എടുത്തു, n equal to 4 ആണ്. 3 ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കണം. 3 ലെറ്റർ വേർഡ്സ് ഉണ്ടാക്കണം. അതായത് r equal to 3. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വേസ് ഇസ് 4. റിപ്പീറ്റ് ചെയ്യാം, അതുകൊണ്ട് ഇവിടെയും 4 വരും, ഇവിടെയും 4 വരും. 4 raised to 3 വരും. 4 into 4 into 4, 4 raised to 3 or n raised to r വരും. അപ്പോൾ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാമെങ്കിൽ നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് n raised to r. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് വന്നു കഴിഞ്ഞാൽ npr. അത് തിയറം 1 ആണ്. തിയറം 2 n raised to r. എന്താ സംഭവം എന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ. വിത്ത് റിപ്പീറ്റേഷൻ number of permutations is n raised to r. Without repetition, number of permutations is npr. Now theorem 3, the number of permutations of n objects where p objects are of same kind and the rest are all different is n factorial divided by p factorial. അതായത് തന്നിരിക്കുന്ന ഒബ്ജക്ട്സിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് p ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഏതോ ഒരു ഒബ്ജക്റ്റ് p ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് ഇസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ p ഫാക്ടോറിയൽ. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരു ഒബ്ജക്റ്റ് p1 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ ഒബ്ജക്റ്റ് p2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, മൂന്നാമത്തെ ഒബ്ജക്റ്റ് p3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് ഇസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ p1 ഫാക്ടോറിയൽ, p2 ഫാക്ടോറിയൽ, p3 ഫാക്ടോറിയൽ. ഇങ്ങനെയാണ് നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് കാണേണ്ടത്. n ഒബ്ജക്ട്സ് തന്നിട്ടുണ്ടാകും, അതിൽ ചില ഒബ്ജക്ട്സ് റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ മലയാളം എന്ന് പറഞ്ഞ വേർഡിൻ്റെ അകത്ത് എ, എം അതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന വേർഡ്സ് ആണ്. അപ്പോൾ അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കണ്ടുപിടിക്കണം. ആ നമ്പറിൻ്റെ ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അതാണ് ഈ ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. Now first one, in how many different ways can the letters of the word hexagon be permutated? Okay, ഇവിടുത്തെ വേർഡ് ഏതാണെന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഇവിടുത്തെ വേർഡ് ഹെക്സാഗൺ എന്ന് പറഞ്ഞ വേർഡാണ്. ഹെക്സാഗണിന്റെ നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഹെക്സാഗൺ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ലെറ്റേഴ്സ് എല്ലാം ഡിഫറെന്റ് ലെറ്റേഴ്സ് ആണ്. ഓക്കെ, എത്ര ലെറ്റേഴ്സ് ഉണ്ട് നോക്കിക്കോളൂ. എത്ര ലെറ്റേഴ്സ് ആയിരിക്കുന്നേ? n equal to 7. ഓക്കെ, 7 ഡിഫറെന്റ് ലെറ്റേഴ്സ് ആണ്. HEXAGON 7 ഡിഫറെന്റ് ലെറ്റേഴ്സ്. ഇപ്പോൾ ഈ 7 ഡിഫറെന്റ് ലെറ്റേഴ്സിന്റെ പെർമുട്ടേഷൻസ്, നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് or number of words with or without meaning by using all letters of the word hexagon. അങ്ങനെയും ചോദ്യം വരാം. Find the number of words with or without meaning using all letters of the word hexagon without repetition. Okay, അങ്ങനെയും ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ find the permutation of the word hexagon, അങ്ങനെയും ചോദിക്കാം. എല്ലാം ഒരേ സംഭവം തന്നെയാണ്. number of permutations is npr ആണ്. ഇവിടെ നമ്മൾ എല്ലാ ലെറ്റേഴ്സും ഉപയോഗിക്കുന്നുണ്ട് npn ആണ്. r equal to n ആണ്. കാരണം നമ്മൾ എല്ലാ ലെറ്റേഴ്സും ഉപയോഗിക്കുന്നുണ്ട്. 7 ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്, 7 ലെറ്റേഴ്സും നമ്മൾ ഉപയോഗിക്കും. സോ 7p7 which is equal to 7 factorial. 7p7 npr equal to
n factorial divided by n minus r factorial. 7p7 is 7 factorial divided by 7 minus 7 factorial. 7 minus 7 0. 0 factorial is 1. So we get 7 factorial. ഇതിന്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, 1 into 2 into 3 into 4 into 5 into 6 into 7. ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. Second one, find the number of permutations of the letters of the word Allahabad. Okay, letters of the word Allahabad. അപ്പോൾ വേർഡ് ഒന്ന് ആദ്യം നമ്മൾ എടുത്തെഴുതാം. അലഹാബാദ്. എത്ര ലെറ്റേഴ്സ് ഉണ്ട് അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. n equal to 9. ഈ വേർഡിൻ്റെ അകത്ത് 9 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ ചില ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എ എന്ന് പറഞ്ഞ ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എ 1 2 3 4 ടൈംസ്. എ റിപ്പീറ്റ്സ് 4 ടൈംസ്. എ റിപ്പീറ്റ്സ് 4 ടൈംസ്. എൽ 2 ടൈംസ്. എൽ 2 ടൈംസ്. ദെൻ എച്ച് ഒരു പ്രാവശ്യമേ ഉള്ളൂ. ബി ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഡി ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അലഹാബാദ് ഡി ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, എ 4 ടൈംസ്. എൽ 2 ടൈംസ്. പിന്നെ എല്ലാം ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ആണ്. എച്ച് ബി ഡി 3 ലെറ്റേഴ്സും കൂടി ആയി. ഓക്കെ, ഇവിടെ 4 2 6 ആയി. പിന്നെ ബാക്കി 3 ചേർക്കുമ്പോൾ 9 ലെറ്റേഴ്സ് കിട്ടും നമുക്ക്. സോ നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് n factorial divided by p1 factorial into p2 factorial. ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന 2 ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, എൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എ 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, എൽ 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് ഇസ് n factorial divided by p1 factorial into p2 factorial. n is 9. So 9 factorial divided by p1 factorial, that is 4 factorial. p2 factorial 2 factorial. Now this is equal to 1 into 2 into 3 into 4 5 6 7 8 9. ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ 4 ഫാക്ടോറിയൽ ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാം. 1 2 3 4 ഇങ്ങനെ എഴുതിയിട്ടും ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ 9 ഫാക്ടോറിയൽ ഉണ്ട്, അതിൽ നിന്നും 4 ഫാക്ടോറിയൽ പോയി കഴിഞ്ഞാൽ, ഇത്ര നമ്പേഴ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുക 5 6 7 8 9 ഡിവൈഡഡ് ബൈ 1 into 2 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 കൂടി ക്യാൻസൽ ചെയ്യാം. 5 6 by 2 is 3 7 8 9. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, കാൽക്കുലേറ്റർ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ, അത് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. എക്സാമിന് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ഓക്കെ, എക്സാമിന് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ഇതിൻ്റെ ആൻസർ വരുന്നത് 7560. 7560. എക്സാം ഹോളിലേക്ക് കാൽക്കുലേറ്റർ കൊണ്ടുപോകാം, അതുപോലെ തന്നെ ലോഗരിതം ടേബിൾ കൊണ്ടുപോകാം. Now third one, find the number of words with or without meaning which can be made by using all the letters of the word Ganga. Okay, ഇതൊക്കെ ഈ 3 പ്രോബ്ലംസും തൊട്ട് മുന്നേ ചെയ്ത രണ്ടും ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും എടുത്ത പ്രോബ്ലംസ് ആണ്. ഓക്കെ, പ്രീവിയസ് ഇയറിൽ ചോദിച്ച പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന വേർഡ് ഗംഗ എന്ന് പറയുന്ന വേർഡാണ്. വി ഹാവ് ടു ഫൈൻഡ് നമ്പർ ഓഫ് പെർമുട്ടേഷൻസ് ഓഫ് ദ വേർഡ് ഗംഗ. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? n ഈക്വൽ ടു 5. ഓക്കെ, അപ്പോൾ എത്ര ലെറ്റേഴ്സ് ഉണ്ട് അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ലെറ്റേഴ്സ് n is equal to 5. ഇനി അതിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയേ. ഏതെങ്കിലും ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ജി. ആ, ജി 2 ടൈംസ്. 2 ടൈംസ്. എ 2 ടൈംസ്. എ 2 ടൈംസ്. So number of permutations equal to n factorial divided by p1 factorial into p2 factorial. 2 letters repeat ചെയ്യുന്നുണ്ട്. G p1 times, A p2 times. So p1 factorial into p2 factorial. n is 5, so 5 factorial. p1 is 2 divided by 2 factorial. Again p2 is 2 factorial. ഇവിടെ 5 factorial നിന്നും 2 factorial ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അവിടെ വരുന്ന നമ്പേഴ്സ് 3 4 5 ആണ്. 1ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടുത്തെ ഈ 2 ഫാക്ടോറിയൽ ഉണ്ട്, 1 into 2 ഉണ്ട്.
So answer is 3 into 2 into 5 which is equal to 30. തന്നിരിക്കുന്ന വേർഡിൽ 5 ലെറ്റേഴ്സ് ഉണ്ട്, 2 ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. G 2 times, A 2 times. So number of permutations is n factorial divided by P1 factorial into P2 factorial. N is 5, 5 factorial divided by P1 is 2, P2 is 2. So 2 factorial into 2 factorial. അപ്പോൾ ആദ്യം തന്നെ 2 factorial ക്യാൻസൽ ചെയ്യാം. 3, 4, 5 വരും. പിന്നെ ഈ 2 factorial ആണ് 1 into 2. So answer is 3 into, ഈ 2 cancel ചെയ്തു, 3 into 2 into 5, 10 into 3, 30. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 7.3ലെ പ്രോബ്ലംസ് ആണ്. എക്സസൈസ് 7.3ലെ പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, how many 3-digit numbers can be formed by using the digits 1 to 9 if no digit is repeated? എല്ലാവരും നോട്ട്ബുക്കിൽ ഇതിൻ്റെ ആൻസർ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചേ. ഹൗ മെനി 3-digit numbers can be formed using the digits 1 to 9? അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് 1 to 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ്. 1, 2, 3, 4, 5, 6, 7, 8, 9 ഈ ഡിജിറ്റ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഈസ് 9. ഓക്കെ, ഇതിൽ 0 ഇല്ല. 0 ഉണ്ടായിരുന്നെങ്കിൽ 10 ആകുമായിരുന്നു. 0 ഇല്ല. 1 to 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. സോ n is equal to 9. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താ? 3-digit നമ്പേഴ്സ് ആണ്. 3 digit. ഈ പ്രോബ്ലം 2 രീതിയിൽ ചെയ്യാം. ഇങ്ങനെ ബോക്സ് വരച്ചിട്ടും ചെയ്യാം, അതുപോലെ പെർമുട്ടേഷൻ ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഓക്കെ, ഞാനപ്പോൾ ആദ്യം ബോക്സ് വരച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ പെർമുട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ബോക്സ് വരച്ചിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിൽ കണ്ടീഷൻ എന്താ? നോ ഡിജിറ്റ് ഇസ് റിപ്പീറ്റഡ്. ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് 3-digit നമ്പർ ആയതുകൊണ്ട് 3 ബോക്സ് വരച്ചു. ഇപ്പോൾ ഈ ഫസ്റ്റ് ബോക്സിലേക്ക് എനിക്കിതിൽ ഈ 9 ഡിജിറ്റ്സിൽ ഏത് ഡിജിറ്റ്സ് വേണമെങ്കിലും എഴുതാം. സോ നമ്പർ ഓഫ് വേസ് ഇസ് 9. ഓക്കെ, ഈ യൂണിറ്റ് പ്ലേസിൽ ഏത് ഡിജിറ്റ് വേണമെങ്കിൽ എഴുതാം. എനിക്കിഷ്ടമുള്ള ഏത് ഡിജിറ്റ് വേണമെങ്കിൽ എഴുതാം. സോ നമ്പർ ഓഫ് വേസ് ഇസ് 9. ഇനി 10th പ്ലേസിലേക്ക് വരുന്ന സമയത്ത് നോ ഡിജിറ്റ് ഇസ് റിപ്പീറ്റഡ് ആ കണ്ടീഷൻ ഉണ്ട്. ഇവിടെ ഞാൻ എഴുതിയ ഡിജിറ്റ് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഒരു ഡിജിറ്റ്, ഏതോ ഒരു ഡിജിറ്റ് ഇവിടെ എഴുതി, അത് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് വേണം ഞാൻ ഈ പ്ലേസിലേക്ക് പോകാൻ. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ 8 ഡിജിറ്റ്സ് മാത്രമേ ഉണ്ടാകും. സോ ഹിയർ നമ്പർ ഓഫ് വേസ് ഇസ് 8. ഇനി അടുത്ത പ്ലേസിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 7 ഡിജിറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ നമ്പർ ഓഫ് വേസ് ഇസ് 7. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് 3-digit numbers or required number equal to 7 into 8 into 9, that is equal to 504. ഇങ്ങനെ കണ്ടുപിടിക്കാം. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്, സെക്കൻഡ് മെത്തേഡ് പെർമുട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്. n equal to 9, total number of objects 9. We have to select 3 objects. So r is equal to 3. 3 എണ്ണം എടുക്കണം. So npr equal to 9p3 which is equal to 9 factorial divided by 9 minus 3 factorial. That is 9 factorial divided by 6 factorial. 9 factorial divided by 6 factorial. 9 factorial എന്ന് പറയുമ്പോൾ 1 into 2 into 3 into etc. 9 വരെ ഉണ്ടാകും. 6 factorial 1 into 2 into 6 വരെ ഉണ്ടാകും. അപ്പോൾ 6 വരെയുള്ള എല്ലാ നമ്പേഴ്സ് ക്യാൻസൽ ചെയ്ത് പോകും. 7 into 8 into 9 കിട്ടും. സോ ആൻസർ ഇസ് 504. ഓക്കെ, സെയിം ആൻസർ തന്നെ കിട്ടും. എന്നാൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് 1 ഉപയോഗിക്കാം, അല്ലെങ്കിൽ മെത്തേഡ് 2 ഉപയോഗിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഈസി തോന്നുന്നത് ആ രീതിയിൽ ചെയ്യാം. സെക്കൻഡ് പ്രോബ്ലം, ഹൗ മെനി 4-digit numbers are there with no digit repeated? How many 4-digit numbers are there with no digit repeated? മൊത്തത്തിൽ എത്ര 4-digit numbers ഉണ്ട് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഏതൊക്കെ നമ്പേഴ്സ് ഉപയോഗിക്കാം? 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഈ എല്ലാ നമ്പേഴ്സും ഉപയോഗിക്കാം. നമുക്കറിയാവുന്ന ഈ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര 4-digit നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? മൊത്തത്തിൽ എത്ര 4-digit നമ്പേഴ്സ് ഉണ്ട് വിതൗട്ട് റിപ്പീറ്റേഷൻ ഓഫ് ഡിജിറ്റ്സ്? ഓക്കെ, നോ ഡിജിറ്റ് റിപ്പീറ്റഡ്, ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാത്ത 4-digit നമ്പേഴ്സ് നമുക്ക് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? അതാണ് ചോദ്യം. അപ്പോൾ 4-digit നമ്പർ എന്ന് പറയുമ്പോൾ യൂണിറ്റ് പ്ലേസ്, 10th പ്ലേസ്,
ഹൺഡ്രഡ്സ് പ്ലേസ്, 1000 പ്ലേസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിൽ നമ്പേഴ്സ് നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 1000s പ്ലേസിൽ 0 എന്ന് എഴുതി കഴിഞ്ഞാൽ, ഓക്കെ, ഈ പ്ലേസിൽ 0 എന്ന് എഴുതി കഴിഞ്ഞാൽ ആ നമ്പർ 3 ഡിജിറ്റ് നമ്പർ ആയിട്ട് മാറും. ആ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇസ് 10. 0 കൂടി ഉള്ളത് കൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇസ് 10. പക്ഷേ ഈ 10 എല്ലാ നമ്പേഴ്സും ഈ 1000s പ്ലേസിൽ എഴുതാൻ പറ്റൂല. ഇവിടെ 0 എന്ന് എഴുതി കഴിഞ്ഞാൽ 0259 എന്ന് പറഞ്ഞ നമ്പർ 25 നമ്പർ ആയിട്ട് റെഡ്യൂസ് ചെയ്യും, 259 ആയിട്ട് മാറും. അതൊരു 3 ഡിജിറ്റ് നമ്പറാണ്, അത് 4 ഡിജിറ്റ് നമ്പർ അല്ല. അപ്പോൾ നമ്മൾ ഇവിടെ 0 എഴുതാൻ പാടില്ല. അപ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ n ഈക്വൽ ടു 10ൽ ടോട്ടൽ 10 ഡിജിറ്റ്സ് ഉണ്ട്. അതിൽ 9 എണ്ണം മാത്രമേ നമുക്ക് ഈ 1000s പ്ലേസിൽ എഴുതാൻ പറ്റൂ. ഓക്കെ, സോ നമ്പർ ഓഫ് വേസ് ഇസ് 9. Number of ways to selecting a digit to 1000s place is 9. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയ നമ്പറിനെ ഈ പ്ലേസിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഞാൻ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെയാണ് പോകുന്നത് ഈ പ്രാവശ്യം. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഈ പ്രാവശ്യം പോകുന്നത്. കാരണം ഈ 1000 പ്ലേസിൽ കണ്ടീഷൻ വരുന്നുണ്ടോ, അവിടെ 0 എഴുതാൻ പാടില്ല. അപ്പോൾ അവിടെ 9 ഡിജിറ്റ്സ് മാത്രമേ നമുക്കിവിടെ എഴുതാൻ പറ്റും. ഇനി നോക്കിയേ, ശ്രദ്ധിച്ച് കേൾക്കണേ, 0 ഒഴികെയില്ല ബാക്കി 9 ഡിജിറ്റ്സിൽ നിന്നും ഒരു ഡിജിറ്റ് ഞാൻ ഇവിടെ 1000s പ്ലേസിൽ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് എത്ര ഡിജിറ്റ്സ് ആയിരിക്കും? 1 എഴുതി അതവിടെ ഉപേക്ഷിക്കണം. അടുത്ത പ്ലേസിലേക്ക് പോകുന്ന സമയത്ത് 10 ഉണ്ടായിരുന്നു, 1 അവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ 9 ഡിജിറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ നമ്പർ ഓഫ് വേസ് ഇസ് 9. ഈ 100s പ്ലേസിൽ എഴുതുന്ന നമ്പർ ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ട് വേണം അടുത്ത പ്ലേസിലേക്ക് പോകാൻ. സോ നമ്പർ ഓഫ് വേസ് ഇസ് 8. ഇവിടെ വരുമ്പോൾ ഇവിടെ ഒന്നും കൂടി ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 7 ആയിട്ട് മാറും. സോ ടോട്ടൽ നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് without repeating digits is 9 into 9 into 8 into 7. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പ്ലേസിൽ 1000s പ്ലേസിൽ 0 എഴുതാൻ പാടില്ല. അപ്പോൾ അവിടെ 9 ആണ് എഴുതുന്നത്. 9 നമ്പേഴ്സ് മാത്രമേ നമുക്കവിടെ നമ്മളെ കയ്യിൽ. സോ നമ്പർ ഓഫ് വേസ് ഇസ് 9. പിന്നെ ടോട്ടൽ 10 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, 10 നമ്പേഴ്സ് ഉണ്ട്. 0 ഒഴികെയില്ല ഏതോ ഒരു നമ്പർ നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. ഓക്കെ, 2 എന്നോ 3 എന്നോ ഏത് നമ്പർ വേണമെങ്കിൽ എഴുതാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതുന്നതിലും 2 ആണ് എഴുതുന്നതെങ്കിൽ 2 അവിടെ വെച്ചിട്ട് നമുക്ക് ഇപ്പുറത്ത് പോകണം. ഒരു നമ്പർ അവിടെ എഴുതി അത് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് വേണം നമുക്ക് ഇപ്പുറത്ത് പോകാൻ. അപ്പോൾ നമ്മുടെ കയ്യിൽ 9 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നമ്പർ ഓഫ് വേസ് 9 വന്നത്. ഇവിടെ എഴുതിയത് ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേണം അടുത്ത പ്ലേസിൽ പോകാൻ. ഒരു നമ്പർ വെച്ച് കുറഞ്ഞുകൊണ്ട് പോകും. വിതൗട്ട് റിപ്പീറ്റേഷൻ ആകുമ്പോൾ ഒരു നമ്പർ വെച്ചിട്ട് കുറഞ്ഞുകൊണ്ട് പോകും. സോ 9 into 9 into 8 into 7. കാൽക്കുലേറ്റർ വെച്ചിട്ട് ആൻസർ കണ്ടുപിടിച്ചോളൂ. ആൻസർ ഇസ് 4536. Okay, 4536. Now third one, how many 3-digit even numbers can be made using the digits 1, 2, 3, 4, 6, 7? Okay, if no digit is repeated. നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഡിജിറ്റ്സ് 1, 2, 3, 4, 6, 7. ഓക്കെ, വാട്ട് ഇസ് ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ്? n. ടോട്ടൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് 6. ഓക്കെ, 6 ആണ്. ശ്രദ്ധിക്കണേ, കാരണം ഇവിടെ 5 ഇല്ല, 6 ഡിജിറ്റ്സ് മാത്രമേ ഉള്ളൂ. 1, 2, 3, 4, 5 ഇല്ല, 4, 6, 7. n is equal to 6. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ആണ്. അതും കൂടി അവിടെ ശ്രദ്ധിക്കണം. ഈവൻ നമ്പേഴ്സ് ആണ്, 3 ഡിജിറ്റ് ആണ്. അതുകൊണ്ട് 3 ബോക്സസ് വരച്ചു. ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഈ യൂണിറ്റ് പ്ലേസിൽ 2, 4, 6 മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ തന്നതിൽ 0ഉം 8ഉം ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ തന്നതിൽ ആ നമ്പേഴ്സ് ഇല്ല. തന്നത് വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ ഉപയോഗിക്കാം? ഒന്നെങ്കിൽ 2, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 6. ഈ 3ൽ ഏതെങ്കിലും ഒന്ന് വേണം യൂണിറ്റ് പ്ലേസിൽ എഴുതാൻ. സോ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് എ നമ്പർ ടു യൂണിറ്റ് പ്ലേസ് ഇസ് 3. നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് എ ഡിജിറ്റ് ടു യൂണിറ്റ് പ്ലേസ് ഇസ് 3. ഇനി തന്നിരിക്കുന്ന കണ്ടീഷൻ നോ ഡിജിറ്റ് ഇസ് റിപ്പീറ്റഡ്. ഇവിടെ എഴുതിയ നമ്പർ ഒന്നെങ്കിൽ 2, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 6 ഏതോ ഒന്ന് ഇവിടെ എഴുതി അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ 6 ഉണ്ടായിരുന്നു, 1 ഇവിടെ കളയണം.
5 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ 5, നമ്പർ ഓഫ് വേസസ് 5. അടുത്ത പ്ലേസിലേക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിൽ 4 ഡിജിറ്റ്സ് മാത്രമേ ഉണ്ടാകും. അപ്പോൾ അവിടെ 4 ആണ്. ഓക്കെ, ഇവിടെ 3 വരാൻ കാരണം ഈവൻ നമ്പർ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നേ. ഈവൻ നമ്പർ വേണം ഉണ്ടാക്കുന്നേ. അതുകൊണ്ട് ഈവൻ നമ്പർ ആയതുകൊണ്ടാണ് ഈ നമ്പേഴ്സ് മാത്രമേ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 3 വന്നത്. ഇനി ഇതിൽ ഏതോ ഒരു നമ്പർ ഇവിടെ എഴുതി ആ നമ്പർ ഇപ്പുറത്ത് എഴുതാൻ പറ്റില്ല. ഓക്കെ, വിതൗട്ട് റിപ്പീറ്റേഷൻ ആണ്. അതുകൊണ്ട് 6ൽ നിന്ന് 1 കുറക്കണം, 5 ആയി. ഇവിടെ എഴുതിയ നമ്പർ ഇങ്ങോട്ട് എഴുതാൻ പാടില്ല. ഓക്കെ, ഇവിടെ ഈ 2 പ്ലേസിൽ എഴുതിയ നമ്പർ ഇങ്ങോട്ട് എഴുതാൻ പാടില്ല. അപ്പോൾ 6ൽ നിന്ന് 2 എണ്ണം കുറയും. അപ്പോൾ ഇവിടെ 4 വരും. സോ നമ്പർ ഓഫ് 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ്, 3 digit even numbers without repeating digits is equal to 4 into 5 into 3, that is 20 into 3, 60. So answer is 60. Now fourth one, find the number of 4 digit numbers that can be formed using the digits 1, 2, 3, 4, 5 if no digit is repeated. How many of this will be even? ഇപ്പോൾ 2 പ്രോബ്ലം ഉണ്ട്. ആദ്യത്തേത് തന്നിരിക്കുന്ന നമ്പേഴ്സ് നമുക്കൊന്ന് എഴുതാം. 1, 2, 3, 4, 5. സോ n is equal to 5. ഓക്കെ, 5 ഡിജിറ്റ്സ് തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്? 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. കണ്ടീഷൻ ഒന്നുമില്ല, 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. ഈവൻ ഓഡ് ഒന്നും തന്നിട്ടില്ല. 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ദാറ്റ് ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഡിജിറ്റ്സ് 1, 2, 3, 4, 5 ഇഫ് നോ ഡിജിറ്റ് ഇസ് റിപ്പീറ്റഡ്. ഓക്കെ, ആൻസർ പെട്ടെന്ന് കണ്ടെത്തിക്കോളൂ. നമ്പർ ഓഫ് വേസ്, നമ്പർ ഓഫ് വേസ് ഫസ്റ്റ് പ്ലേസിലേക്ക് 5. റിപ്പിറ്റേഷൻ ഇസ് നോട്ട് അലൗഡ്. 1 കുറയും, ഇവിടെ 1 കുറയും, ഇവിടെ 1 കുറയും. സോ റിക്വയർഡ് നമ്പർ ഈക്വൽ ടു 2 into 3 into 4 into 5. Okay, 2 into 3 into 4 into 5. That is 10 into 12 which is equal to 120. So first പ്രോബ്ലത്തിൻ്റെ ആൻസർ ആയി. Now second one, രണ്ടാമത്തത് എന്താ? How many of these will be even numbers? അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈവൻ നമ്പേഴ്സ് ആണ്. 4 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ ഈവൻ നമ്പേഴ്സ് വരുന്ന സമയത്ത് യൂണിറ്റ് പ്ലേസിൽ നമുക്കിവിടെ 2 നമ്പേഴ്സ് മാത്രമേ എഴുതാനുള്ളൂ. ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 4. സോ നമ്പർ ഓഫ് വേസ് ഇസ് 2. അടുത്ത പ്ലേസിലേക്ക് വരുമ്പോൾ ടോട്ടൽ n 5 ആണ്. അതിൽ ഒരു നമ്പർ ഇവിടെ എഴുതി. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് 4. ഓക്കെ, പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 3 ആകും, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 2 ആകും. വിത്തൗട്ട് റിപ്പീറ്റേഷൻ ആണ്. ഒരു നമ്പർ വെച്ചിട്ട് കുറയും. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈവൻ നമ്പർ ആയതുകൊണ്ടാണ് ഇവിടെ 2 വന്നത്. അതൊരു കണ്ടീഷൻ ഇല്ല എങ്കിൽ അവിടെ 5 വരും. n തന്നെ ഇവിടെ വരും, 1 വെച്ച് കുറയും. ഒരു കണ്ടീഷൻ തന്നു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ എന്താണെന്നോ മനസ്സിലാക്കിയിട്ട് നമ്പർ ഓഫ് വേസ് കണ്ടുപിടിക്കണം. ഈവൻ നമ്പർ ആയതുകൊണ്ട് 2ഉം 4ഉം മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ പറ്റൂ. ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 4. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഒരു നമ്പർ കുറയും. 5ൽ നിന്ന് 1 കുറയും, പിന്നെ 1 കുറയും, പിന്നെ 1 കുറയും. 4, 3, 2 ആയിട്ട് വരും. സോ റിക്വയർഡ് നമ്പർ ഈക്വൽ ടു 2 into 3 into 4 into 2. Okay, 2 into 3 into 4 into 2. 6 into 8, 48. So answer is 48. Now next one. From a committee of 8 persons, in how many ways can we choose a chairman and a vice chairman, assuming one person assuming one person cannot hold more than one positions. അതായത് 8 പേരുണ്ട്, 2 പേരെ സെലക്ട് ചെയ്യണം. ഒരു ചെയർമാനെ സെലക്ട് ചെയ്യണം, പിന്നെ ഒരു വൈസ് ചെയർമാനെ സെലക്ട് ചെയ്യണം. ഓക്കെ, ഒരു ചെയർമാനെയും പിന്നെ ഒരു വൈസ് ചെയർമാനെയും ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് 8. ഇപ്പോൾ ഇവിടെ നമ്പർ ഓഫ് വേസ് 8. ഇപ്പോൾ ഇവിടെ എടുത്ത ആളെ തന്നെ ഇവിടെ എടുക്കാൻ പാടില്ല. ഓക്കെ, 2 സീറ്റും ഒരാൾക്ക് തന്നെ ഉപയോഗിക്കില്ല. സോ ഹിയർ നമ്പർ ഓഫ് വേസസ് 7. 1 കുറയണം. വിതൗട്ട് റിപ്പീറ്റേഷൻ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് തന്നെ 2 ചെയറും ഉപയോഗിക്കാൻ പറ്റില്ല. സോ 7 into 8. Total number of ways is equal to 7 into 8, which is equal to 56. Now sixth one, find n if n minus 1 p3 is to n p4 equal to 1 is to 9.
ഈ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ n കണ്ടുപിടിക്കണം. We have to find n if n minus 1 p3 is to n p4 equal to 1:9. പ്രൊപ്പോർഷൻ തന്നിട്ടുണ്ട്, നമ്മൾ റേഷ്യോ ആക്കിയിട്ട് മാറ്റാം. n minus 1 p3 is to n p4, that is n minus 1 p3 divided by n p4 equal to 1/9. ഇനി നമുക്കറിയാം npr. What is npr? n factorial divided by n minus r factorial. So here n minus 1 p3 is n minus 1 factorial divided by n minus 1 minus 3 factorial. ശ്രദ്ധിച്ച് കേൾക്കണേ, np r ആണെങ്കിൽ n factorial divided by n minus r factorial വരും. ഇപ്പോൾ ഇവിടെ n minus 1 ആണ്, n പകരം n minus 1 ആണ്. ഇപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ വരുന്നത് n minus 1 factorial, ഡിനോമിനേറ്ററിൽ n minus 1 minus 3, n minus r ചെയ്യുന്ന പോലെ n minus 1 minus 3 ചെയ്യണം. ഇനി അതിൻ്റെ ഡിനോമിനേറ്ററിൽ np4 ഉണ്ട്, അതായത് n factorial divided by n minus 4 factorial, that is equal to 1/9. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഡിവൈഡഡ് ബൈ ആണുള്ളത്, ഇൻറ്റു എഴുതിയിട്ട് ഈ ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എഴുതും. ദാറ്റ് ഈസ് n minus 1 factorial ഡിവൈഡഡ് ബൈ എന്നിവിടെ നോക്കിയേ n minus 1 minus 3 എന്ന് വെച്ചാൽ എന്താ, n minus 4 factorial ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ എഴുതണം. n minus 4 factorial divided by n factorial equal to 1/9. ഇപ്പോൾ ഇവിടെ ഈ n minus 4 factorial ക്യാൻസൽ ചെയ്ത് പോകും. n minus 1 factorial divided by n factorial equal to 1/9. That implies ഇനി നമുക്ക് n factorial എന്ന് പറയുമ്പോൾ n factorial is 1 into 2 into 3 into 4 into etc. n minus 1 into n. അത് ഞാൻ ഇവിടെ എഴുതാം, നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വേണ്ട. n minus 1 factorial is 1 into 2 into 3 into etc. n minus 1 വരെ ഉണ്ടാകും. n factorial എന്ന് പറയുമ്പോൾ 1 into 2 into 3 into etc. അവസാനം n ഉണ്ടാകും, അതിന് തൊട്ട് ബാക്കിൽ n minus 1 ഉണ്ടാകും. ഓക്കെ, തൊട്ട് ബാക്കിൽ n minus 1, 3യുടെ ബാക്കിൽ 2 ഇല്ല പോലെ n-ന്റെ തൊട്ട് ഇപ്പുറത്ത് n minus 1 ഉണ്ടാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/9, 1 divided by 9. അപ്പോൾ ഇവിടെ n minus 1 വരെയുള്ള എല്ലാ ടേംസും ക്യാൻസൽ ചെയ്ത് പോകും. വി ഗെറ്റ് 1/n equal to 1/9. ഓക്കെ, n minus 1 വരെയുള്ള ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി. 1/n equal to 1/9. Now taking reciprocal on both sides, we get n is equal to 9. So answer is 9. Seventh one, find r if first one 5pr equal to 2 into 6pr minus 1. Second one 5pr equal to 6pr minus 1. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചെയ്യാം. We have to find value of r such that 5pr equal to 2 into 6pr minus 1. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ ഉപയോഗിക്കാം. npr is n factorial divided by n minus r factorial. What is 5pr? 5 factorial divided by 5 minus r factorial. n-ലെ സ്ഥലത്ത് 5 ആയിരിക്കുന്നത്. 5 factorial divided by 5 minus r factorial. 2 into 2 സെപ്പറേറ്റ് ഇപ്പുറത്ത് എഴുതണേ. 2 into 6pr minus 1. That is 6 factorial divided by 6 minus r minus 1. ബ്രാക്കറ്റിൻ്റെ അകത്ത് r minus 1 എഴുതണം. ഓക്കെ, കാരണം ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് ബ്രാക്കറ്റ് ഇടണം, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. 6 minus r minus 1 factorial. Now this is equal to 5 factorial divided by 5 minus r factorial equal to 2 into 6 factorial divided by 6 minus r minus into minus plus 1 വരും. ഓക്കെ, 6 minus r plus 1. 6 plus 1 is 7. So 7 minus r factorial. 7 minus r factorial. ഇനി ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ 7 minus r factorialനെ ഇപ്പുറത്തേക്ക് LHSലേക്ക് കൊണ്ടുപോകും. അതിവിടെ ന്യൂമറേറ്ററിൽ വരും. 7 minus r factorial divided by 5 minus r factorial equal to ഇവിടെ 2 into ഒരു 6 factorial ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈ 5 factorialനെ RHSലേക്ക് കൊണ്ടുപോകും. അത് ഇവിടുന്ന് ഡിനോമിനേറ്ററിലേക്കാണ് പോകുന്നത്.
5 ഫാക്ടോറിയൽ. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്ന ഡിനോമിനേറ്ററിലുള്ളത് ഇങ്ങോട്ട് ന്യൂമറേറ്ററിലേക്ക് പോകും. ഈ ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന 5 ഫാക്ടോറിയൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് പോകും. Now this is equal to, ഇനി 7 മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു എക്സെട്ര ലാസ്റ്റ് വരുന്നത് 7 മൈനസ് ആർ ആണ്. 7 മൈനസ് ആറിന് തൊട്ട് ബാക്കിൽ ഒന്ന് കുറക്കണം, 6 മൈനസ് ആർ ഉണ്ടാകും. 6 മൈനസ് ആറിൻ്റെ തൊട്ട് ബാക്കിൽ 5 മൈനസ് ആർ ഉണ്ടാകും. അതായത് ഇവിടെ 5 മൈനസ് ആർ, 6 മൈനസ് ആർ, 7 മൈനസ് ആർ ഉണ്ടാകും. ലാസ്റ്റ് വരുന്ന ടേം 7 മൈനസ് ആർ ആണ്. 7 മൈനസ് ആർ ആണ് ലാസ്റ്റ് വരുന്നത്. തൊട്ട് ബാക്കിൽ ഒന്ന് കുറക്കണം. 7 മൈനസ് ആർ എന്ന് ഒന്ന് കുറച്ചാൽ 6 മൈനസ് ആർ, അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ 5 മൈനസ് ആർ. പിന്നെ ഡിനോമിനേറ്ററിൽ 5 മൈനസ് ആർ ഫാക്ടോറിയൽ 1 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര 5 മൈനസ് ആർ. ഇനി ഇപ്പുറത്ത് നോക്കിയേ, ഇവിടെ 2 ഉണ്ട്. 6 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 5 ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര 6 വരെ ഉണ്ട്. ഇവിടെ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര 5 വരെ ഉണ്ട്. ആ 5 വരെയുള്ളത് മൊത്തം ക്യാൻസൽ ചെയ്ത് പോയിട്ട് അവിടെ ഒരു 6 മാത്രം ഉണ്ടാകും. 2 ഇൻറ്റു 6 കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയേ, 1 2 1 2 3 ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. 5 മൈനസ് ആറ് വരെയുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. സോ വി ഗെറ്റ് 6 മൈനസ് ആർ ഇൻറ്റു 7 മൈനസ് ആർ ഈക്വൽ ടു 2 ഇൻറ്റു 6 12. That implies 6 into 7 42 minus 6 into r minus 6r minus r into 7 minus 7r minus r into minus r minus into minus is plus r into r is r square equal to 12. അതൊന്ന് അറേഞ്ച് ചെയ്യണം. ടേംസ് ഒന്ന് അറേഞ്ച് ചെയ്യാം. r square minus 6r minus 7r minus 6 minus 7 is minus 13r. 42 ഈ 12നെ ഇങ്ങോട്ടേക്ക് എടുക്കണം. 42 മൈനസ് 12 എന്ന് വരും. ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആകും. 42 മൈനസ് 12 is 30 പ്ലസ് 30 ഈക്വൽ ടു 0. Now this is a quadratic equation. Quadratic equation സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. അത് ഉപയോഗിച്ചുകൊണ്ട് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ കിട്ടിയ ഇക്വേഷൻ ആർ സ്ക്വയർ മൈനസ് 13r പ്ലസ് 30 ഈക്വൽ ടു 0. ദിസ് ഈസ് ഓഫ് ദ ഫോം ax square plus bx plus c equal to 0. Solutions are x equal to minus b plus or minus root of b square minus 4ac divided by 2a. Here in this case a is equal to 1, b is equal to minus 13, c is equal to 30. So minus b is minus 13, minus b is 13 plus or minus root of b square 13 square 169 minus 4 into 1 into 30. That is 4 into 30 which is equal to 1 to 0. Divide by 2a, 2 into 1 which is 2. 13 plus or minus root of 49 divided by 2. That is 13 plus or minus 7 divided by 2. That is 20 by 2 which is 10. Then 13 minus 7 is 6. 6 by 2 is 3. So r is equal to, r in the solution ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത്. r is equal to 10 or 3. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം ഒന്ന് ശ്രദ്ധിക്കണേ. പ്രോബ്ലത്തിലിരിക്കുന്ന ടേം 5pr. 5pr ഈക്വൽ ടു 2 ഇൻറ്റു 6pr മൈനസ് 1. അതാണ് ടേം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ആറിൽ രണ്ട് വാല്യൂസ് കിട്ടി. ഇതിൽ നിന്നും ആറിന് നമുക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ ഏതാണ് ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. 5pr കൊണ്ട് ഉദ്ദേശിക്കുന്നത് 5 ഒബ്ജക്ട്സ് തന്നു, 6 ഒബ്ജക്ട്സ് അതിൽ നിന്ന് സെലക്ട് ചെയ്യണം. 5 എണ്ണം തന്നു, അതിൽ നിന്ന് 6 ഒബ്ജക്റ്റ് നമ്മൾ എടുക്കണം. 5 ഒബ്ജക്ട്സ് തന്നു, 10 ഒബ്ജക്ട്സ് എടുക്കാൻ പറ്റുമോ? അതായത് നമ്മുടെ കണ്ടീഷനിൽ ഇങ്ങനെയുണ്ട്, 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഉണ്ട്. ഇതിനേക്കാളും ചെറുതായിരിക്കും ഇവിടെ വരുന്നത്. കാരണം 5 എണ്ണം തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് 3 എണ്ണം സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആറിൻ്റെ വാല്യൂ എന്താണ്? 3 ആണ്. 5p10 is not possible. Okay, 5p10 is not possible. So r is equal to 3. Value of r is 3. Now second one, find the value of r such that 5pr equal to 6pr minus 1. 5pr is equal to 6pr minus 1. We have npr equal to n factorial divided by n minus r factorial. Now using this definition, 5pr is equal to 5 factorial divided by 5 minus r factorial. npr എന്ന് പറയുമ്പോൾ മുകളിൽ n ഫാക്ടോറിയൽ വരണം. ഇവിടെ 5 ആണ്, അതുകൊണ്ട് 5 ഫാക്ടോറിയൽ. ഡിനോമിനേറ്ററിൽ n മൈനസ് ആർ, സോ 5 മൈനസ് ആർ ഫാക്ടോറിയൽ. നൗ 6pr minus 1 is 6 factorial divided by 6 minus r minus 1 factorial. r minus 1 ബ്രാക്കറ്റ് ഇടണം, കാരണം ഇവിടെ മൈനസ് ആണ് ഇരിക്കുന്നത്.
അല്ലെ ബ്രാക്കറ്റ് ഇട്ടില്ല എങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. അവിടെ മൈനസിന് ശേഷം ബ്രാക്കറ്റ് ഇടണം. So this is 5 factorial divided by 5 minus r factorial equal to 6 factorial divided by ഇവിടെ ഡിനോമിനേറ്ററിൽ 6 minus r plus 1 വരും. Minus into minus plus. So 6 minus r plus 1. 6 plus 1 is 7. So 7 minus r factorial. 7 minus r factorial. Now take this 7 minus r factorial to LHS. So we get 7 minus r factorial divided by 5 minus r factorial equal to 6 factorial divided by 5 factorial. തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെയാണ് ഇതും. ചെറിയ വ്യത്യാസമുണ്ട്. അവിടെ ഒരു 2 into ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അത് ഇല്ലാന്നേലും ആൻസർ വ്യത്യാസം വരും. ചെറിയൊരു വ്യത്യാസമുണ്ട്. Now 7 minus r factorial is 1 into 2 into 3 into etc. ലാസ്റ്റ് ടേം 7 minus r ആണ്. അത് തൊട്ട് ബാക്കിൽ 6 minus r ഉണ്ടാകും. അതിൻ്റെ ബാക്കിൽ 5 minus r ഉണ്ടാകും. തൊട്ട് ബാക്കിലത്തെ ടേംസും കൂടി എഴുതണം. കാരണം ഡിനോമിനേറ്ററിൽ 1 into 2 into etc. 5 minus r ഉണ്ട്. അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇപ്പുറത്ത് 6 factorial divided by 5 factorial. 6 factorial is 1 into 2 into 3, 4, 5, 6. 6 വരെ ഉണ്ടാകും. 5 factorial എന്ന് പറയുമ്പോൾ 1 into 2 into 3 into 4 into 5. ഇവിടെ 5 വരെയുള്ളത് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 6 ഉണ്ടാകും. അതുപോലെ ഇവിടെ 1 to etc. 5 minus r വരെയുള്ള എല്ലാ ടേംസും ക്യാൻസൽ ചെയ്ത് പോകും. 6 minus r into 7 minus r. അപ്പുറത്ത് 6. Now 6 into 7 is 42. 6 into minus r is minus 6r. Minus r into 7 is minus 7r. Minus into minus is plus. R into r square equal to 6. That is r square minus 13r plus 42 minus 6 equal to 0. Okay, ഈ 6നെ ഇപ്പുറത്തേക്ക് എടുത്തു, LHSലേക്ക് എടുത്തു. r square minus 13r plus 42 minus 6 is 30. എത്രയാണ് വരുന്നത്? 2 പോയി, പിന്നെ 36 equal to 0. r square minus 13r plus 36 equal to 0. Okay, this is a quadratic equation. അത് സോൾവ് ചെയ്യണം നമ്മൾ. r square minus 13r plus 36. r square minus 13r plus 36 equal to 0. r equal to minus b plus or minus root of b square minus 4ac divided by 2a. ആൻസർ എല്ലാം കണ്ടുപിടിച്ചോളൂ സ്വന്തമായിട്ട്. Here a is equal to 1, b is equal to minus 13, c is equal to 36. So minus b is 13 plus or minus root of b square minus 13 square 169. Then minus 4 into 1 is 4, 4 into 36, 36 into divide by 2. So this is equal to 13 plus or minus root in the root of 25 which is 5 divide by 2. 13 plus 5 is 18, 18 by 2 is 9. Okay, 9. Then 13 minus 5 is 8, 8 by 2 is 4. അപ്പോൾ നമുക്ക് ആറിന് രണ്ട് വാല്യൂസ് കിട്ടും, 9 and 4. അപ്പോൾ നമ്മൾ തന്ന ടേമിൽ, തന്ന പ്രോബ്ലത്തിൽ 5p r എന്ന് പറഞ്ഞ ഈ ടേം ഉണ്ട്. അപ്പോൾ അതിൽ 5p 9 which is not possible. Not possible. എന്തുകൊണ്ടാണ്? 5 എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്, 9 എലമെൻറ്റ്സ് സെലക്ട് ചെയ്യണം. അത് നടക്കുമോ? ഇല്ല. സോ r is equal to 4. So value of r is 4. ആറിന് ഇരിക്കുന്ന കണ്ടീഷൻ 0 ലെസ് ദാൻ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. 5നേക്കാളും വലിയ നമ്പർ ആറിന് കൊടുക്കാൻ പറ്റില്ല. സോ r is equal to 4. Now, how many words with or without meaning can be formed using all the letters of the word equation? Using each letters exactly once. That is, repetition is not allowed. അപ്പോൾ തന്നിരിക്കുന്ന വേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞ വേർഡാണ്. ഇക്വേഷൻ അതിൽ വരുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാന്ന് നോക്കുക. ഓക്കെ, ഇ ക്യു യു എ ടി ഐ ഒ എൻ ഡിഫറെൻ്റ് ലെറ്റേഴ്സ് ആണ്. ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് നോക്കാം. നമുക്കിവിടെ നോക്കി ഇതുപോലെ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. 3 ലെറ്റേഴ്സ് വെച്ചിട്ട് ഒരു ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. 3 plus 3 plus 2. So n is equal to 8. Total number of letters is equal to 8. ഓക്കെ, ഇതുപോലെ ആ തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക. അതിൽ ഏതെങ്കിലും ലെറ്റർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കണം. ഇവിടെ എല്ലാം ഡിഫറെൻറ്റ് ലെറ്റേഴ്സാണ്. എല്ലാ ലെറ്റേഴ്സും ഡിഫറെൻറ്റ് ലെറ്റേഴ്സാണ്. സോ ഹിയർ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇസ് n equal to 8. All are different letters. നമ്മൾ കണ്ടുപിടിക്കേണ്ടത്
how many words with or without meaning can be formed using all the letters? എല്ലാ ലെറ്റേഴ്സും ഉപയോഗിക്കണം. n equal to 8, r is equal to 8. 8 ലെറ്റേഴ്സും ഉപയോഗിച്ചുകൊണ്ടുള്ള വേർഡ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, 8 ലെറ്റേഴ്സും ഉപയോഗിച്ചുകൊണ്ടുള്ള വേർഡ്സ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതൊന്ന് ആദ്യം ചോദ്യം വായിച്ചിട്ടത് മനസ്സിലാക്കണം. പിന്നെ ഇവിടെ വിതൗട്ട് റിപ്പീറ്റേഷൻ ആണ്. ഒരു പ്രാവശ്യം മാത്രമേ ഒരു ലെറ്റർ ഉപയോഗിക്കാൻ പാടുള്ളൂ. ലെറ്റർ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ n8, ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇസ് 8. വി ഹാവ് ടു സെലക്ട് 8 ലെറ്റേഴ്സ്. We have to write all the letters. We have to take all the letters. So r is equal to 8. So total number of permutations equal to NPR, which is equal to 8P8. And we know that NPN is equal to NPN equal to n factorial. ഇത് ഡയറക്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ NPRന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. NPR is n factorial divided by n minus r factorial. 8P8 is 8 factorial divided by 8 minus 8 factorial. 8 minus 8 0, 0 factorial is 1. So we get 8 factorial divided by 1, which is equal to 8 factorial. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. 8 factorial is 1 into 2 into 3 into 4, 5, 6, 7, 8. കാൽക്കുലേറ്റർ ഉപയോഗിക്കുക, അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. 40320. അതാണ് ആൻസർ. 40320. So answer is 40,320. Now next one. How many words with or without meaning can be made from the letters of the word Monday, assuming that no letter is repeated? Repetition is not allowed. First one, 4 letters are used at a time. Different conditions ഉണ്ട്. First condition, ഒന്നാമത്തെ ചോദ്യം, 4 letters are used at a time. Second one, all letters are used at a time. All letters are used, but the first letter is a vowel. Okay, 3 പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. നമ്മുടെ വേർഡ് മൺഡേ എന്ന് പറഞ്ഞ വേർഡാണ്. ഇതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് നോക്കാം. ഓക്കെ, 3 + 3 6 ലെറ്റേഴ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ആണ്. MONDAY. തന്നിരിക്കുന്ന വേർഡ് MONDAY, മൺഡേ. Total number of letters n is equal to 6. Total number of letters n is equal to 6. All are different letters. Okay, same letters ഒന്നുമില്ല. നമ്മൾ ചെക്ക് ചെയ്യണം. സെയിം ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടി വരും. ഇവിടെ എല്ലാം ഇരിക്കുന്നത് ഡിഫറെൻറ്റ് ലെറ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം, ഫസ്റ്റ് വൺ, 4 letters are used at a time. 4 letters are used. 6 ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും 4 ലെറ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് വൺ, 4 letters are used at a time. Now here n is equal to 6. There are 6 different letters. R equal to 4. We have to use 4 letters. We have to write words with 4 letters. So R is equal to 4. So required number equal to NPR, which is equal to 6P4. N equal to 6, R is equal to 4. 6. So 6P4. We know that NPR equal to n factorial divided by n minus r factorial. So 6P4 is 6 factorial divided by 6 minus 4 factorial. That is 6 factorial divided by 2 factorial, which is equal to, ഇപ്പോൾ ഇവിടുന്ന് 1 into 2 ക്യാൻസൽ ചെയ്ത് പോകും. 3 into 4 into 5 into 6. Okay, 3 into 4 into 5 into 6, which is equal to 3 into 6 is 18, 4 into 5 is 20, 18 into 2 is 36. So there are 360 words. 4 letters ഉപയോഗിച്ചുകൊണ്ടുള്ള വേർഡ്സ് ആണ്. തന്നിരിക്കുന്ന 6 ലെറ്റേഴ്സിൽ നിന്നും 4 ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വേർഡ്സിൻ്റെ എണ്ണമാണ് 360.
Now second one, all letters are used at a time. All letters are used at a time. ആൻസർ കണ്ടുപിടിച്ചോളൂ. സ്വന്തമായിട്ട് ആൻസർ കണ്ടുപിടിച്ചോളൂ. n ഈക്വൽ ടു 6 എല്ലാ ലെറ്റേഴ്സും ഉപയോഗിക്കണം. അപ്പോൾ r ഈക്വൽ ടു 6. സോ റിക്വയർഡ് നമ്പർ ഈക്വൽ ടു NPR, that is 6P6. n is equal to n factorial. 6P6 is equal to 6 factorial. 6 factorial is 1 into 2 into 3 into 4 into 5 into 6, which is equal to 720. Now third one, all letters are used, but first letter is a vowel. All letters are used, but first letter is a vowel. 6 ബോക്സ് വരക്കാം. നമുക്ക് 6 ബോക്സ് വരക്കാം. കാരണം 6 ലെറ്റേഴ്സ് ആയിരിക്കുന്നേ. There are 6 letters. So we have to draw 6 boxes. We have to use all letters, but first letter is a vowel. Vowels are A, E, I, O, U. ഇതാണ് vowels. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വേർഡ് മൺഡേ ആണ്. അതിൽ വരുന്ന vowels ഏതൊക്കെയാ? O and A. There are 2 vowels, O and A. മൺഡേ എന്ന് പറഞ്ഞ വേർഡിൽ 2 vowels ആണ്, O and A. ഈ ആദ്യത്തെ പ്ലേസിൽ ഫസ്റ്റ് ലെറ്റർ, ആദ്യത്തെ പ്ലേസിൽ ഈ പ്ലേസിൽ ഫസ്റ്റ് ലെറ്റർ ഒന്നെങ്കിൽ O എഴുതാം അല്ലെങ്കിൽ A എഴുതാം. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ ഇസ് എ വവൽ. ഇപ്പോൾ ഇവിടെ മൺഡേ എന്ന് പറഞ്ഞ വേർഡിലിരിക്കുന്ന വവൽസ് O ആൻഡ് A, 2 വവൽസ് ആണ് ഇരിക്കുന്നത്. ഈ ഫസ്റ്റ് പ്ലേസിൽ നമ്മൾ ഒന്നെങ്കിൽ O എഴുതണം അല്ലെങ്കിൽ A എഴുതണം. സോ നമ്പർ ഓഫ് വേസ് ഇസ് 2. ശ്രദ്ധിച്ച് കേൾക്കണേ. ഓൾ ലെറ്റേഴ്സ് ആർ യൂസ്ഡ്, ബട്ട് ഫസ്റ്റ് ലെറ്റർ ഇസ് എ വവൽ. തന്നിരിക്കുന്ന വേർഡ് മൺഡേ, അതിൽ 2 വവൽസ് ആയിരിക്കുന്നേ, O ആൻഡ് A. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ടോട്ടൽ 5 വവൽസ് ആണ്, A, E, I, O, U ആണ്. നമുക്ക് തന്ന വേർഡ് മൺഡേ എന്ന് പറഞ്ഞ വേർഡിൽ 2 വവൽസേ ഉള്ളൂ, ഓവും എയും 2 വവൽസേ ഉള്ളൂ. അപ്പോൾ ആ 2ൽ ഏതെങ്കിലും ഒന്ന് വേണം നമ്മൾ ഈ ഫസ്റ്റ് പ്ലേസിൽ എഴുതാൻ. സോ നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു 2. നമ്പർ ഓഫ് വേസ് ഫോർ ദ ഫസ്റ്റ് പ്ലേസ് ഇസ് 2. ഇവിടെ ഞാൻ ഫസ്റ്റ് പ്ലേസിൽ ഒന്നെങ്കിൽ O അല്ലെങ്കിൽ A, ഏതെങ്കിലും ഒരു ലെറ്റർ ഞാൻ എഴുതി. പിന്നെ ഇവിടെ റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് എന്ന് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഒരു ലെറ്റർ ഇവിടെ എഴുതി കഴിഞ്ഞു. എൻ്റെ കയ്യിൽ ടോട്ടൽ 6 ലെറ്റേഴ്സ് ആയിരിക്കുന്നേ. ഒരു ലെറ്റർ ഞാൻ ഫസ്റ്റ് പ്ലേസിൽ എഴുതി. സെക്കൻഡ് പ്ലേസിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 5 ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. സോ ഹിയർ നമ്പർ ഓഫ് വേസ് ഇസ് 5. അതുപോലെ പിന്നീട് പോകുമ്പോൾ 1 വെച്ച് കുറച്ചുകൊണ്ട് പോകണം അല്ലേ? 1 വെച്ച് കുറഞ്ഞുകൊണ്ട് പോകും. ഓരോ പ്ലേസിലും ഞാൻ ഒരു ലെറ്റർ എഴുതിക്കൊണ്ട് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിലിരിക്കുന്ന ലെറ്ററിൻ്റെ എണ്ണം 1 വെച്ച് കുറയും. കാരണം റിപ്പീറ്റേഷൻ ഇസ് നോട്ട് അലൗഡ്. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് പ്ലേസിൽ എഴുതിയ ലെറ്റർ സെക്കൻഡ് പ്ലേസിൽ എഴുതാൻ പാടില്ല. ഫസ്റ്റും സെക്കൻഡ് പ്ലേസിൽ എഴുതിയ ലെറ്ററിനെ തേർഡ് പ്ലേസിൽ എഴുതാൻ പാടില്ല. അതുപോലെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു ലെറ്റർ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്താകും? ഇവിടെ 2, കാരണം വവൽസ് 2 വവൽസ്. സോ നമ്പർ ഓഫ് വേസ് 2. ഏതോ ഒരു ലെറ്റർ ഇവിടെ എഴുതി, ടോട്ടൽ 6 ലെറ്റർ ആണ്. 1 ഇവിടെ എഴുതി. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എൻ്റെ കയ്യിൽ 5 ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. സോ നമ്പർ ഓഫ് വേസ് 5. പിന്നെ 1 വെച്ച് കുറഞ്ഞുകൊണ്ട് പോകും. 4, 3, 2, 1. സോ റിക്വയർഡ് നമ്പർ ഈക്വൽ ടു total number of permutations or required number equal to 2 into 5 into 4 into 3 into 2 into 1. Answer കണ്ടുപിടിച്ചേ. 2 into 5 into 4 into 3 into 2 into 1. ഇത് 5 factorial ആണ്. 2 into 2 ബാക്കിയുള്ളത് 5 factorial. 5 factorial 120 ആണ്. So 240. So answer is 240. 240.